ലോകം തിരുവല്ലയിൽ സംഗമിച്ചു. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് മെത്രാപ്പൊലീത്ത അത്തനേഷ്യസ് യോഹാൻ പ്രഥമനെ ഒരു നോക്ക് കാണാൻ, ഒടുവിലായി ഒന്ന് വണങ്ങാൻ നാനാ രാജ്യക്കാരും നാനാ ഭാഷക്കാരും നാനാ മതക്കാരും സഭക്കാരുമാണ് ബിലീവേഴ്സ് ക്യാമ്പസിലേക്ക് അവസാനമില്ലാത്ത പ്രവാഹം പോലെ പ്രവഹിച്ചത്. മലയാളത്തെ കൂടാതെ ബ്രസീലിയൻ ഗ്രാമീണ ഭാഷയായ ബോറ, ഇംഗ്ലീഷ്, ഹിന്ദി, മറാത്തി, തെലുങ്ക്, ആസാമി, തമിഴ്, കന്നഡ, ബംഗാളി, നേപ്പാളി തുടങ്ങിയ 14-ലധികം ഭാഷകളിലായിരുന്നു ഖബറടക്ക ശുശ്രൂഷ നടന്നത്. കഴിഞ്ഞ 7-ന് അമേരിക്കയിലെ ടെക്സാസിൽ അപകടത്തെ തുടർന്ന് സഭാപിതാവ് കാലം ചെയ്ത വിവരം പുറത്തു വന്നതോടെ അന്യനാടുകളിൽ നിന്നും അനേകരാണ് തിരുവല്ലയിൽ വന്നുകൊണ്ടിരുന്നത്. തിരുവല്ല ഒരു ബഹുഭാഷാ കേന്ദ്രമായി മാറി. ദിവസങ്ങൾക്ക് മുമ്പ് വരെ ബിലീവേഴ്സ് സഭയോട് അകലം പാലിച്ചു നടന്നവരടക്കം മുഖ്യധാര ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ ഒന്നൊഴിയാതെയാണ് സഭാസ്ഥാനത്തേക്ക് എത്തിയത്. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള, കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മന്ത്രിമാരായ വീണ ജോർജ്, സജി ചെറിയാൻ, VN വാസവൻ, P പ്രസാദ്, റോഷി അഗസ്റ്റിൻ, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, ചീഫ് വിപ്പ് N ജയരാജ്, MP-മാരായ ആന്റോ ആന്റണി, AM ആരിഫ്, ഡീൻ കുര്യാക്കോസ്, കൊടിക്കുന്ന് സുരേഷ്, KC വേണുഗോപാൽ, MLA-മാരായ രമേശ് ചെന്നിത്തല, J ചിത്തരഞ്ജൻ, PC വിഷ്ണുനാഥ്, ജനീഷ് കുമാർ, പ്രമോദ് നാരായണൻ, മാത്തുട്ടി തോമസ്, അരുൺകുമാർ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ഡോക്ടർ തോമസ് ഐസക്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങി 3 മുന്നണികളുടെയും നേതാക്കന്മാരും ജനപ്രതിനിധികളും പുഷ്പചക്രങ്ങളുമായി എത്തിയിരുന്നു. മലങ്കര കത്തോലിക്ക സഭാ പരമാധ്യക്ഷൻ ബസേലിയോസ് കർദിനാൾ ക്ലിമീസ് കാതോലിക്ക ബാവ, മാർത്തോമ സഭാ പരമാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത, സീറോ മലബാർ സഭയിലെ മാർ ജോസഫ് പെരുന്തോട്ടം, തോഴിയൂർ സഭാ മെത്രാപ്പൊലീത്ത സിറിൽ മാർ ബസേലിയോസ്, മലങ്കര ഓർത്തഡോക്സ് സഭയിലെ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ്, യാക്കോബായ സുറിയാനി സഭയിലെ മെത്രാപ്പൊലീത്തൻ ട്രസ്റ്റി, ഇവാഞ്ചലിക്കൽ സഭ, ജ്ഞാനായ സഭ, CSI സഭ, ആംഗ്ലിക്കൽ സഭ, പെന്തക്കോസ്ത് സഭകൾ തുടങ്ങി എല്ലാ ക്രൈസ്തവ സഭകളുടെയും സംഗമ വേദിയായി കബറടക്കത്തിൻ്റെ ഇടം മാറിയത് കേരള ചരിത്രത്തിൽ തന്നെ ആദ്യ സംഭവമാണ്. സ്വാമി ജ്ഞാനതപസ്സിയടക്കം വ്യത്യസ്ത മത നേതാക്കളും അനുശോചനവുമായി ഓടിയെത്തിയതും കാലം ചെയ്ത മെത്രാപ്പൊലീത്ത ജനഹൃദയങ്ങൾ കീഴടക്കിയതിൻ്റെ തെളിവാണ്. ന്യൂസ് ഡെസ്ക്, പ്രൈം ന്യൂസ്.